കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് CPM നടത്തുന്ന സമരം യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെക്കാനും സ്വന്തം വീഴ്ച മറയ്ക്കാനുമുള്ള ആസൂത്രിത ശ്രമമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി തദേവുസും വൈസ് പ്രസിഡന്റ് MM പ്രമുഖനും പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മുടെ 2025-26 സാമ്പത്തിക വർഷത്തിൽ നമ്മൾക്ക് കിട്ടേണ്ട 2,09,00,000 രൂപയിൽ നമുക്കൊരു 86 ലക്ഷം രൂപയോളം ഇനിയും മൂന്നാം ഗഡുവ് കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചേറെ നമ്മൾക്ക് സ്പിൽ ഓവർ പദ്ധതികൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്. ഇപ്പം നമ്മൾക്ക് 2 ഘട്ടമായിട്ട് കിട്ടിയ പൈസ 46,23,800 രൂപയും രണ്ടാമത്തെ ഘട്ടത്തിൽ കിട്ടിയത് 43,20,666 രൂപയുമാണ് കിട്ടിയത്. നമ്മൾക്കൊരു 86,46,201 രൂപ ഇനിയും നമുക്ക് കിട്ടാനുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഭരണസമിതിക്ക് അത് കൊടുക്കാമായിരുന്നു. കാരണം രണ്ട് ഘട്ടത്തിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലും സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് 2 ഗഡുവ് കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പം അത് കൊടുക്കാതെ ബാക്കിയുള്ള പദ്ധതികളൊക്കെ നടത്തി ഇത് മാത്രമല്ല കുറച്ചേറെ പദ്ധതികൾ സ്പിൽ ഓവർ ആക്കി വെച്ചാണ് അവരിറങ്ങിപ്പോയത്. ഞങ്ങൾ പുതിയ ഭരണസമിതി UDFിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മളുടെ ഫണ്ട് ഒരു 11 ലക്ഷം രൂപയോളമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ കയറിയത് ഡിസംബർ 21-ാം തീയതി ആണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് കമ്മിറ്റി കൂടുന്നത് ജനുവരി 14-ാം തീയതി ആണ്. 14-ാം തീയതി കയറുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 99.96% നമ്മളുടെ പദ്ധതികളൊക്കെ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കമ്മിറ്റി കൂടി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ICDS സൂപ്പർവൈസർ അവരുടെ ലെറ്റർ തന്നത് മാർച്ച് മാസത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യിൽ 0 ബാലൻസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അവർ പദ്ധതികൾ തന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അടുത്ത ഫസ്റ്റ് ഗഡു നമുക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് ആദ്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഇപ്പോഴും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമ്മുടെ ഫണ്ടുകളെ പറ്റിയൊക്കെ വിശദമായിട്ട് നിങ്ങളോട് പറയും. നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എന്ന് വെച്ചാൽ 3 അലോട്ട്മെന്റുകളായിട്ടാണ് തരുന്നത്. അതിൽ 2 അലോട്ട്മെന്റും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിയുള്ളവരാണ് കൊടുത്തത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, മാർച്ച് വരെ ഇങ്ങനെ കാത്തിരുന്നു. മാർച്ച് അവസാനം വരെ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു സമയത്തോട് സംസ്ഥാന സർക്കാർ അത് പൈസ തരുന്നതിനാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം തരാതെ പോയപ്പോൾ 86 ലക്ഷം രൂപ കിട്ടാതെ പോയപ്പോൾ നമ്മുടെ പദ്ധതികളെല്ലാം 60 പ്രോജക്റ്റുള്ള സ്പിൽ ഓവർ പദ്ധതികളായിട്ട് പോയി. അതിലെല്ലാവരും SC വിഭാഗത്തിനുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, ലാപ്ടോപ്പ് ഉൾപ്പെടെ എല്ലാവർക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണിത്, ഭിന്നശേഷിക്കാരുടെ പദ്ധതി. പക്ഷെ നമുക്ക് തനത് ഫണ്ടില്ലാത്തൊരു പഞ്ചായത്ത് നമുക്കറിയാമല്ലോ. ജില്ലയിൽ തന്നെ ചെറിയൊരു പഞ്ചായത്ത്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പൊ ആ ഒരു പഞ്ചായത്ത് ഇതൊരു സംയുക്ത പദ്ധതി കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്ത് 6 ലക്ഷം രൂപ, ജില്ലാ പഞ്ചായത്ത് 1 ലക്ഷം രൂപ. അതിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം 95,000 രൂപ തന്നു. അത് നമുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് 1 രൂപ പോലും നമുക്ക് തന്നില്ല. അതുപോലെ പഞ്ചായത്തിന് ഫണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നതുകൊണ്ടാണ് എല്ലാ പദ്ധതികളെ പോലെ തന്നെ ഇത് സ്പിൽ ഓവർ പദ്ധതികളായിട്ട് മാറിയത്. സർക്കാർ തന്നില്ല. നമുക്ക് തരാതെ എന്ന് പറഞ്ഞാൽ 86 ലക്ഷം രൂപ ഇങ്ങനെയും തന്നില്ല. പഞ്ചായത്തിന് ജനറൽ പർപ്പസ് ഗ്രാന്റ് ഉണ്ട്. എല്ലാ മാസവും നമുക്ക് 7 ലക്ഷം രൂപ ഉണ്ട്. ആ 2 ഗഡുവും LDF സർക്കാർ തന്നില്ല. അപ്പൊ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയത്. നമുക്കറിയാമല്ലോ, മുൻപൊന്നും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത്, ഓണറേറിയം കൊടുക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത്, അതിൽ നിന്ന് വളർന്നുകൊണ്ട ഒരു പഞ്ചായത്താണ്. അപ്പൊ സാമ്പത്തികമായിട്ട് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറയില്ല. നമ്മൾ കുറച്ച് പൈസ, ഒരു 10-15 ലക്ഷം രൂപ നമ്മളിൽ നിന്ന് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു പഞ്ചായത്തുകൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ, ഏറ്റവും ഇതേപോലെയുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത്, ഏത് ഭരണസമിതിയാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്കായിരിക്കും. അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് നടപ്പിലാക്കുക. നമ്മുടെ കയ്യിൽ 1 രൂപ കിട്ടിയ പൈസ അറിയില്ല, 99% ചെലവഴിച്ച പഞ്ചായത്താണ്. നമ്മൾ തന്ന പൈസ കണക്കാക്കുന്നുണ്ട്. തന്ന പൈസയിൽ 1 രൂപ പോലും നമ്മൾ ബാലൻസ് വെച്ചിട്ടില്ല.
പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല, തരാനില്ല. പുതിയ സർക്കാർ വന്നിട്ട് നമുക്ക് ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ 3 അലോട്ട്മെന്റും തന്നെങ്കിലും മറ്റ് വികസന ഫണ്ട് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ വികസന ഫണ്ട് എന്നാണോ ലഭിക്കുന്നത് അതെല്ലാം റെഡിയാക്കി വെച്ചില്ല. എന്ത് കിട്ടുന്നു ആ പിറ്റേ ദിവസം കൊടുത്ത് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതെല്ലാം അറിയാം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിൽ സമരത്തിന്റെ നേതൃത്വം വഹിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലാം അറിയുന്ന ആള് നമുക്കെതിരായിട്ട് സമരത്തിന് വരിക, എല്ലാം തെറ്റായിട്ടുള്ള പറയുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുവന്നാണ് സമരം ചെയ്തത്. അത് നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു വലിയ അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അവരെ 2 സമരങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു സമരമുണ്ട്, സംസ്ഥാന അടിസ്ഥാനം അതേ കൂടി അവരെ കൊണ്ടുവരിക. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം വിചാരിച്ചു, ഭരണസമിതി ആ വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരോട് നമ്മുടെ സത്യങ്ങൾ പറയുക. അത് പറയേണ്ട ഉത്തരവാദിത്വം ഭരണസമിതി. എതിരായിട്ടുള്ളൊരു സമരത്തെക്കാളും അപ്പുറം ജനങ്ങളോട് ഇത് കാര്യങ്ങൾ വിശദീകരിക്കുക, ആ ഗുണഭോക്താക്കളോട് കാര്യങ്ങൾ പറയും. നമുക്ക് 36 കുട്ടികളാണ് ഗുണഭോക്താക്കളാണ് ഇതിലുള്ളത്. അവർക്ക് നമ്മൾ കിട്ടിയ ജില്ലാ പഞ്ചായത്തിന് പൈസ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് നമ്മൾ 10 പേർക്ക് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ അതെല്ലാം പഞ്ചായത്ത് കൊടുത്തു കഴിഞ്ഞെങ്കിലും എല്ലാം ഈ ബില്ല് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും അതെ, അതിദരിദ്രർക്ക് ഭക്ഷണം കൊടുത്ത പൈസ വരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഹോട്ടലുകളിലും അവിടുത്തെ കടകളിലും കൊടുക്കാൻ പറ്റും. അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാക്കിയത് 3 അംഗീട്ട് തരാവുന്ന 86 ലക്ഷം രൂപ നമ്മളെ പോലുള്ള ഒരു പഞ്ചായത്തിന് തരാതിരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നിങ്ങൾക്കറിയാലോ, വേറെ നമ്മളെ തനത് വരുമാനമില്ലാത്ത ഒരു പഞ്ചായത്തിലേക്ക് സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയായാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തയ്യാറാക്കിയത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇതിനായി 9.50 ലക്ഷം രൂപ വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് വിഹിതം 6 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം 2.50 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതം 1 ലക്ഷം രൂപയുമാണ് ഇടതുമുന്നണി ഭരണകാലത്ത് ലഭിച്ച തുക. 2025 ഏപ്രിലിൽ DPC ഇതിന് അംഗീകാരം നൽകി. ഏപ്രിൽ 18 ഒന്നാം ഘട്ടമായി 46,23,800 രൂപയും സെപ്റ്റംബർ 3 രണ്ടാം ഘട്ടമായി 43,20,666 രൂപയും ചേർത്ത് ആകെ 89,44,466 രൂപ പദ്ധതി വിഹിതമായി പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. ഈ സമയത്ത് ഇടതുമുന്നണിയാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്നാൽ ലഭിച്ച തുകയിൽ നിന്ന് ഭിന്നശേഷി സ്കോളർഷിപ്പ് നൽകാൻ ഇടതുമുന്നണി ഭരണസമിതി തയ്യാറായില്ല. നിലവിൽ ലഭിക്കാനുള്ള കുടിശ്ശിക ഭരണമാറ്റത്തിന് ശേഷം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 3ാം ഗഡുവായ 86,46,201 രൂപ ഇതുവരെ ലഭ്യമായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്തതിനാൽ CPM നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്തിനും തങ്ങളുടെ വിഹിതമായ 2.50 ലക്ഷം രൂപ നൽകുവാൻ സാധിച്ചിട്ടില്ല. വിതരണം ചെയ്ത തുക ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ലഭിച്ച 1 ലക്ഷം രൂപ ഇതിനകം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിഹിതം ലഭ്യമാകുന്ന മുറയ്ക്ക് മുൻഗണന നൽകി പദ്ധതി നടപ്പിലാക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത നടപടികൾ 36 ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായാണ് CPM സമരം നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലെ 36 ഗുണഭോക്താക്കളെയും കുടുംബാംഗങ്ങളെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു.